ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നോക്കാം. ഏസ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങളൊരു പുതിയ കരിയർ തുടങ്ങുന്ന ഒരു ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ദിവസമായിരിക്കാം. നിങ്ങളിന്ന് ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്യുന്ന ഒരു കാര്യം ഫ്യൂച്ചറിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഒരു നിങ്ങളുടെ ഈ കഷ്ടപ്പാടെല്ലാം മാറ്റാൻ തക്കവണ്ണുള്ളൊരു കാര്യമായിരിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് അതിനൊരു സ്റ്റാർട്ടിംഗ് ആണ്. ഇന്നൊരു ഓഫർ നിങ്ങൾക്ക് വരും എന്നും കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് ഒന്നുകിൽ ഒരു ജോബ് ഓഫർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഓഫർ ആയിരിക്കാം. എന്തായാലും ഇന്നൊരു പുതിയ തുടക്കമാണ് എന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഇന്നൊരു യാത്ര പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ യാത്ര പോകുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട്, ആരെങ്കിലും ഒരാളുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് ഒരു യാത്ര ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, സ്വപ്നം കാണുന്നു. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് അതിന് ചിലപ്പോൾ അത് പ്ലാൻ ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ യാത്ര പോകണമെന്ന് പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. ഏസ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇന്ന് ഒരു പുതിയ തുടക്കമാണ് കേട്ടോ. ഇന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലുണ്ടായിരുന്ന വ്യക്തികൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരാളിൽ നിന്നും ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ കാണാനോ, അല്ലെങ്കിൽ അവർ കൊടുത്തയക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് കിട്ടാനോ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് വന്ന് ഒരു വ്യക്തി നിങ്ങളെ കാണുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ചില കാര്യങ്ങൾക്ക് വളരെ ഒരു ക്ലാരിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. കുറെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും ശരിക്കും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി, അതെ, അങ്ങനെ അത് കിട്ടുന്നു എന്നും കാണുന്നുണ്ട്. പേജ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇതും നിങ്ങൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ കുറേ കാലമായിട്ട് വിളിക്കാൻ പറ്റാതിരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന എനർജിയാണ് ഇത്. കാരണം ഇത് പേജ് ഓഫ് സോഡ്സും ഇത് തന്നെയാണ് തിരിച്ച് ഈ ഒരു ഏസ് ഓഫ് സോഡ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ വിചാരിച്ച ഒരു കാര്യം സംഭവിക്കുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം അത് സംഭവിക്കുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതായിരിക്കാം, ആ ഒരു കാര്യം ഇന്ന് സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം ഇന്നൊരു യങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ വളരെ ഒരു സ്മാർട്ടായിട്ട് ഇന്ന് ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ എക്സർസൈസ് ഒക്കെ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പം ഇത് എത്ര പ്രായമുള്ള ആൾക്കാരായാലും ചിലപ്പോൾ ഒരു പ്രണയം വന്നതിന് ശേഷം അവർക്കൊരു മാറ്റം ഉണ്ടായ ഒരു എനർജി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ലൈഫിനെ മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരുത്തുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് അതിലൊരു ഭയങ്കര സന്തോഷം തോന്നുന്നു. ചില ആൾക്കാർ നിങ്ങൾ ഒരു ഫിറ്റ്നസ് ഒക്കെ ചെയ്യുന്നു. നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീനൊക്കെ ഒന്ന് മാറ്റുന്ന ഒരു എനർജി ഉണ്ട്. വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പ്രചോദിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്.
സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു ഞാണന്മേൽ കളി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു റിസ്ക് എടുത്ത് ഒരു വിക്ടറി ഉണ്ടാക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കുറച്ചു കാലം കൊണ്ട് നിങ്ങൾ വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം എന്തായാലും നിങ്ങൾക്കത് ചെയ്യാം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു 50-50 ആയിരിക്കണം അതിൻ്റെ ചാൻസ്, അത് വിൻ ചെയ്യാനുള്ള ചാൻസ്. പക്ഷെ എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങളത് ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഒരു റിസ്ക് എടുത്തൊരു യാത്ര പോകുന്ന ഒരു എനർജി ഉണ്ട്, ഒരു ത്രില്ലിങ് എനർജി ഉണ്ട് ഇന്നത്തെ ദിവസം പൊതുവേ. ഫോർ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്ത്. ചിലപ്പോൾ ഒരു വീടിന് അല്ലെങ്കിൽ വണ്ടിക്ക് വേണ്ടിക്കോ ഒക്കെ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതായിരിക്കാം. ഫ്യൂച്ചറിലേക്കുള്ള ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് ഇന്നത്തെ ദിവസം ചെയ്യുന്നുണ്ട്. ഒരു ഡെവിൾ വന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഇതൊരു റിലേഷൻഷിപ്പിൽ ഒരു അഡിക്ഷൻ വന്നു പോയ പോലത്തെ ഒരു എനർജിയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തോ ഒരു കാര്യം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും അതിൽ ഒരു അഡിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ്. ഒരു ഇല്യൂഷൻ വേൾഡിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതൊന്നും നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്നു. അത്രയും ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് തരുന്നുണ്ടായിരിക്കാം. പിന്നെ ഫാൻസിന്റെ എനർജിയാണ്. നിങ്ങളുടെ കടമകളൊക്കെ പൂർത്തിയാക്കി നിങ്ങൾ പുറത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഫാമിലിയുമായിട്ട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പൂർത്തിയാക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള വർക്കൊക്കെ തീർത്ത് നിങ്ങൾ വേറെ ഏതോ സ്ഥലത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഉള്ളത്. ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് പുറത്തു പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആയി നിങ്ങൾ പുറത്തു പോകുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അതുകൊണ്ടായിരിക്കണം ഈ ഒരു പുതിയ തുടക്കത്തിന്റെ കുറേ കാർഡ്സ് വന്നത്. ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇന്ന് ആദ്യമേ പറഞ്ഞു, ഒരു പ്ലേഫുൾനെസ് ആണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ എൻജോയ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഇത്രയും കാലം നിങ്ങൾ എൻജോയ് ചെയ്യാതെ വളരെ എല്ലാ കാര്യങ്ങളും കഴിയട്ടെ, പൂർത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്കും ചെയ്തു കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ എൻജോയ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റി ഇന്നത്തെ ദിവസം മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ സന്തോഷിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. എംപ്രസിന്റെ എനർജിയാണ്. ഒരു ദീർഘനാളത്തെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ ഹാർഡ് വർക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇനി അതിൻ്റെ ഫലം പ്രതീക്ഷിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ഇന്ന് വളരെ വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക്. വളരെ ശരിക്കും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ഇപ്പം ഇതിൽ ഡബിൾ കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഡബിൾ കാർഡിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ വളരെ പോസിറ്റീവാണ്. ചില കാര്യങ്ങൾ നിങ്ങളങ്ങ് അഡിക്റ്റഡ് ആയിപ്പോയ ഒരു പ്രണയത്തിലോ അല്ലെങ്കിൽ ചില ഒരു സിറ്റുവേഷനിലോ ഒക്കെ നിങ്ങളങ്ങ് അഡിക്റ്റഡ് ആയിപ്പോയ ഒരു എനർജിയാണുള്ളത്. അപ്പോൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ, അത് പ്രണയം മാത്രമല്ല, അതുപോലെ കുറേ കാര്യങ്ങൾ, കുറേ ഇമോഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എംപ്രസ് എന്ന് പറയുമ്പം നിങ്ങളുടെ പ്രയത്നം കൊണ്ട് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ചില കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇതൊരു കാത്തിരിപ്പിന്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനെ കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. മനസ്സിൽ നിറയെ പ്രണയവുമായിട്ടിരിക്കുന്നു എന്നുള്ളത് പോലെയൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ അതൊരു വ്യക്തിയായിരിക്കില്ല, ചിലപ്പോൾ അതൊരു പുതിയ കാര്യം നിങ്ങൾ തുടങ്ങുന്ന ഒരു എനർജി ആയിരിക്കണം. വളരെ വളരെ സന്തോഷത്തിൽ, വളരെ നിങ്ങൾ പ്രതീക്ഷയിലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്നു എന്നാണ്. ടെമ്പറൻസ് എൻ്റെ എനർജിയാണ്. ഒരു ബാലൻസ് ആണ്, ഒരു പ്രൊട്ടക്ഷനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാത്രമേ ഉത്തരവാദിത്വം ഉള്ളൂ എന്നുള്ളൊരു
ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മൾ ആക്ഷൻ എടുക്കണം എന്നുള്ളൊരു എനർജിയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നുന്നത്. ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതും. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാരും ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കൂടി സന്തോഷിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ആൻഡ് അലയൻസസ് ആണ്. പുതിയൊരു സംരംഭം തുടങ്ങുന്ന ഒരു എനർജി. ഇപ്പൊ 3 ഓഫ് കപ്സ് നമുക്ക് ആദ്യം തന്നെ വന്നിട്ടുണ്ട്. ഇതൊരു 3 ഓഫ് പെൻഡക്കിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു പുതിയ പ്രോജക്റ്റ്, നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ആയിട്ടൊരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു ബിസിനസ് ആയിരിക്കാം, ചില ആൾക്കാർ ഒരു യാത്ര പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുമായിട്ട് ചേർന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർ നിങ്ങളുടെ സുഹൃത്തുക്കൾ നേരത്തെ നടത്തിയിരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളും കൂടി പാർട്ട്ണർഷിപ്പ് ചേരുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്നൊരു എഗ്രിമെന്റ് ഒക്കെ എഴുതുന്ന ഒരു എനർജിയാണ് കേട്ടോ. ചിലപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഒരു സൈൻ ചെയ്യുന്ന എനർജി ഉണ്ട് ഇതിനകത്ത്. ഒരു അനൗൺസ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഏസ് ഓഫ് സോർഡ്സിന്റെ എനർജി ഇത് ആദ്യം തന്നെ വന്നിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. കുറെ കാലം കൊണ്ട് കൺഫ്യൂസ്ഡ് ആയിരുന്ന ഒരു കാര്യത്തിന് അതിനൊരു തീരുമാനമാകുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പം ചെയ്യാൻ പറ്റാതിരുന്ന എന്തോ ഒരു കാര്യം അത് ഇന്നത്തെ ദിവസം ചെയ്യാൻ പറ്റുന്നു എന്നാണ്. ചില ആൾക്കാർക്ക് ഇതൊരു സർജറി ഉണ്ട് കേട്ടോ. സർജറി ഇന്നത്തെ ദിവസം ചിലപ്പോൾ സർജറി തീരുമാനിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് നിങ്ങളൊന്ന് വീട്ടിലേക്ക് എത്തുന്ന ഒരു എനർജിയൊക്കെ ഉണ്ട്. ക്ലിയർ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഏതോ വ്യക്തികളുമായിട്ടൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഹാർമോണിയ ഇത് 6 ഓഫ് ഇത് ലവേഴ്സ് കാർഡാണ്. അപ്പോൾ ഒരു പ്രണയത്തിന്റെ എനർജിയാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് തന്നെ ഒരു പ്രണയം ആവശ്യമുണ്ടെന്ന് തോന്നൽ ഉണ്ടായിരിക്കാം. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ്. ആ ഒരു പ്രണയത്തിലാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത്. ചിലപ്പോൾ അത് നമ്മളെ തന്നെ പ്രണയിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കാം. മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് തന്നെ നമ്മളെ വേണമെങ്കിൽ പ്രണയിക്കാം. അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം ഇന്ന് തുടങ്ങുന്നുണ്ടായിരിക്കാം. ഇത് ചിലപ്പം വേറെ ഏതെങ്കിലും വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തും ആകാം. വേറൊരു വ്യക്തിയെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് എന്നും കാണുന്നുണ്ട്. സഫറിംഗ് ഇൻ സൈലൻസ് ആണ്. ഇതൊരു ഹെർമിറ്റ് കാർഡാണ്. മെഡിറ്റേഷൻ ആണ്. നിങ്ങൾ കുറെ ആൾക്കാർ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ആൾക്കാരുടെ ഒരു എനർജിയാണ്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്നും ചിലപ്പോൾ മറ്റുള്ളവർ മാറ്റി നിർത്തിയതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ആ ഒരു എനർജി സ്വീകരിക്കാൻ പറ്റാതെ ഒറ്റപ്പെട്ടു പോയതായിരിക്കാം. എന്തായാലും ചില ആൾക്കാർക്ക് ഇന്ന് ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു സ്പിരിച്വൽ എവേക്കണിങ്ങിന്റെ സമയമാണ്. കുറെ തിരിച്ചറിവുണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഷാഡോയാണ്. ഇതില് നിങ്ങളുടെ ഒരു നിഴലിനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ തന്നെ ഒരു ഷാഡോ ആയിട്ടുള്ള ഒരാളിനെ കാണുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അയാൾ ട്രിഗർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ക്ലെൻസിങ് വരുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ്സ് കാണിച്ചു തരുന്ന ഒരു വ്യക്തിയെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ. അത് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ടാണ്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. പെട്ടെന്ന് മാറിപ്പോകാത്ത അല്ലെങ്കിൽ ശരിക്കും നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഈ ഒരു കാർഡ്സ് നോക്കാം. ഫെയർ വിമൻ ആണ്. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വിമൻ വിത്ത് ബ്ലോണ്ട് ഗ്രേ ഓർ വൈറ്റ് ഹെയർ. ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ലേഡിയുമായിട്ട് എന്തെങ്കിലും ഒരു
ഒരു ഡീലിങ്സ് ഉണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. ബാഗാണ്, സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ച് എസ് എ ന്യൂ ജോബ് ഓർ റേസ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് വരാം. ചിലപ്പോൾ ചില ഡോക്യുമെൻ്റ് ഒപ്പിടുന്നതായിരിക്കാം, ചില ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതും ആകാം. ഗ്രാസ് ഹോപ്പറാണ്. നിങ്ങൾ ഇന്നത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ഡോക്യുമെന്റേഷൻ നടത്തുന്ന ആൾക്കാർ ശരിക്കും നിങ്ങളത് വ്യക്തമായിട്ട് വായിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ചില സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചില ആൾക്കാർക്ക്. അതൊന്ന് വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. ഫണലാണ്. പീരീഡ് ഓഫ് ഫ്രസ്ട്രേഷൻ, ലെസൺസ് ടു ബി ലേൺഡ് ആണ്. കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആയേക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മൂൺ കാർഡാണ്. ചേഞ്ചസ് ഇൻ യുവർ ലൈഫാണ്. അപ്പോൾ ജീവിതത്തിൽ മാറ്റം വരുന്ന ഒരു എനർജിയാണ്. നമ്മളൊരിക്കലും ഒരിടത്ത് സ്ഥിരമായി നിൽക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മാറിപ്പോകുമെന്ന് തന്നെ വിശ്വസിക്കുക. അല്ലാതെ ഇപ്പം മൂണെന്ന് പറയുന്നത് അതിങ്ങനെ ഫുൾ മൂണാവും, ന്യൂ മൂണാവും, വീണ്ടും ഫുൾ മൂണാവും. അപ്പോൾ അത് നമ്മുടെ ലൈഫിൻ്റെ ചേഞ്ചിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ പ്രശ്നങ്ങളെന്നാണ്. അത് മാറിപ്പോകും, അടുത്ത പ്രശ്നം വീണ്ടും വരും, വീണ്ടും അത് മാറിപ്പോകും. അപ്പോൾ അല്ലാതെ നമ്മൾ ഒരിക്കലും അത് ശരിക്കും അങ്ങനെ തന്നെ നിൽക്കുന്ന സ്ഥിരതയുള്ള പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ല. അതെപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.